ഹലോ ഗായ്സ്, സ്പേസ് സീരീസിന്റെ 19ാമത്തെ എപ്പിസോഡാണ് സാധനം. ഇന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഗൈസ് 28 ഡെബിൽ നിങ്ങൾ എൻ്റെ കയ്യിലോട്ട് നോക്ക്. ഞാനിവിടെ നല്ല ഗ്രൈൻഡിങ്ങിലായിരുന്നു. എൻ്റെ ടൂൾസ് ഫുള്ള് നെതറേറ്റ് ആക്കാനുള്ള ഡെബിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഗൈസ്. എനിക്കിപ്പോൾ ഇതിന് വേണ്ട, നിങ്ങൾ എടുക്ക് ഇത് ഫുള്ള് എനിക്ക് കളയും. എനിക്കിപ്പോൾ ഈ സാധനം വേണ്ട. ഇത് കണ്ടില്ലേ, നോക്ക്. അപ്പോൾ ഗൈസ് ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് ഫുള്ള് നെതറേറ്റ് ടൂൾസ് ആകും ഗൈസ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഫുള്ള് നെതറൈറ്റ് ആർമർ ആയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ ചെസ്റ്റ് പ്ലേറ്റും കൂടെ ഞാൻ നെതറൈറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ഞാൻ ആരാണ് ഞാൻ. അപ്പൊ ഗൈസ് ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഗോൾസ് ഒന്നുമില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് നെതറൈറ്റ് ടൂൾസ് ആകണം. വില്ലേജിൽ നമ്മളൊരു ബിൽഡ് ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഗൈസ് അത് തന്നെ ഒട്ടും സമയം കളത് പോയി നമുക്കിത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഡെബിലി ഇട്ടിട്ട് നമുക്ക് ലിവർ അങ്ങ് ഓണാക്കി കൊടുക്കാം. അപ്പൊ തന്നെ നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ റൺ ആയി തുടങ്ങും. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് സ്കൂളൊക്കെ തുറക്കാൻ പോവാ. ഇനി വീഡിയോ ഒക്കെ വരാൻ കുറച്ച് താമസിക്കും. മാക്സിമം വീഡിയോ ഞാൻ ഇടാൻ നോക്കുന്നതായിരിക്കും, എന്നെ കൊണ്ട് പറ്റുന്നത്ര. ഇനി വരുമ്പോൾ നല്ല രസമുള്ള എപ്പിസോഡ് കുറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും സ്കൂൾ തുറന്ന് പുതിയ സ്കൂളിലോട്ടും പുതിയ ക്ലാസ്സിലേക്കൊക്കെ ഇനി ഓരോരുത്തർ പോവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഗൈസ് ഇനി നമ്മുടെ കയ്യിലുള്ള ഗോൾഡൊക്കെ ഇങ്ങോട്ട് എടുത്തേക്കാം. നമുക്ക് ഇനി നെതറൈറ്റ് ഇങ്കറ്റ് ഉണ്ടാക്കാം. നെതറൈറ്റ് ഇങ്കറ്റ് ഉണ്ടാക്കാൻ ഗോൾഡ് വേണം. നമുക്ക് ഗൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് 7 ഇങ്കറ്റ് ഉണ്ടാക്കാം. ആ 7 ഇങ്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗോൾഡ് തിരിച്ചു വെച്ചേക്കാം. ഇനി നോക്കുവാണെങ്കിൽ നമ്മുടെ സ്മിത്തിൻ ടേബിളേറ്റ് എടുക്കാം. നമ്മുടെ ഉള്ള ഡയമണ്ടും കൊടുത്ത് നമുക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് അതിന് കുറച്ച് നെതറാക്ക് വേണം. എൻ്റെ ഇഷ്ടം പോലെ നെതറാക്ക് ഉണ്ട് ഞാൻ ഡെബിരി മൈൻ പോയപ്പം. അപ്പോൾ ഗൈസ് ഇതും കൂടെ എടുത്ത് നമുക്കൊരു 5 സ്മിത്തിങ് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ടൂൾസിലോട്ട് മാറാം. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്മിത്തിൻ ടെംപ്ലേറ്റ് ഒരെണ്ണം വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ ഇങ്കറ്റും എടുത്ത് ഒരെണ്ണം വെച്ചേക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ നെതറൈറ്റ് സോഡ് റെഡി. ഇനി നമ്മുടെ നെതറൈറ്റ് പിക്കാസ്. അപ്പോൾ ഗൈസ് നമ്മുടെ നെതറൈറ്റിന്റെ പിക്കാസും കൂടെ റെഡി. ഇനി നമുക്ക് നമ്മുടെ ആക്സ് നെതറൈറ്റ് ആക്കാം. ഇനി നമ്മുടെ നെതറൈറ്റിന്റെ ആക്സ് റെഡി. നമ്മുടെ ഷവലും കൂടെ ആക്കിയേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ നെതറൈറ്റിന്റെ ഷവല് റെഡി. അപ്പോൾ ഗൈസ് ഇനി നോക്കുവാണെങ്കിൽ നമ്മുടെ ഫോർച്യൂൺ പിക്കാസും ഉണ്ട്, നമ്മുടെ ഒരു ഹോയ് ഉണ്ട്. നമുക്കിനി 3 ഇങ്കറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ നമുക്ക് ഇതും കൂടെ നമുക്ക് നെതറൈറ്റ് ആക്കിയേക്കാം. അപ്പം നമ്മുടെ സ്മിത്തിങ് ടെംപ്ലേറ്റ് ഒരു ഇങ്കറ്റ്. അപ്പോൾ നമ്മുടെ ഫോർച്യൂൺ പിക്കാസ് റെഡി. ഇനി നമ്മുടെ ഹോയും കൂടെ നമുക്ക് നമ്മുടെ നെതറൈറ്റ് ആക്കിയേക്കാം. അഡ്വാൻസ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഫുള്ള് നെതറൈറ്റ് ടൂൾസ് ആയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നത് പോലെ ഗൈസ്. ഞങ്ങൾ അങ്ങനെ അവസാന നിമിഷത്തിൽ വന്നെത്തി. അതായത് നമ്മുടെ ഫോർച്യൂൺ പിക്കാസും പിന്നെ മിച്ചം ഒരു ഇങ്കറ്റും കൊണ്ട് നമ്മുടെ വാലുബിൾ ഷർക്കർ ബോക്സിൻ്റെ അകത്ത് വെച്ചേക്കാം. മിച്ചം വന്നൊരു ഇങ്കറ്റ് നമുക്കത് അതിൻ്റെ അതിരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പിക്കാസ് തിരിച്ച് അതിൻ്റെ അകത്ത് വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അതുപോലെ തന്നെ ഫുള്ളായി ഗൈസ്, നമ്മുടെ നെതറൈറ്റ് ആയി. അപ്പോൾ ഗൈസ് അത് തന്നെ നമ്മൾ ഫുള്ള് നെതറൈറ്റ് ആയി, ടൂൾസ് വിത്ത് നമ്മുടെ ആർമർ. അപ്പോൾ ഗൈസ് എന്നെ നോക്ക്. അപ്പോൾ ഗൈസ് ഈ വരുന്ന എപ്പിസോഡിലൊക്കെ ഞാൻ നല്ല ഡ്രിമ്മൊക്കെ കണ്ടുപിടിച്ചിട്ട്, എനിക്ക് നല്ല കോംബോ ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് നമ്മുടെ ആർമറിലോട്ട് നമ്മൾ ഡ്രിം ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത കോളായ നമ്മുടെ വില്ലേജിൻ്റെ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് നമ്മുടെ ഫ്ലക്ചറിൻ്റെ വീടാണ്. അപ്പോൾ ഗൈസ് ഇതാണ് അതിനുവേണ്ട റിസോഴ്സസ്. അത് ഞാൻ 2 ബാരലിൻ്റെ 2 ശർക്കറിനകത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വില്ലേജ് 2 ബിൽഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഫൗണ്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ബിൽഡ് എവിടെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു പ്രദേശത്തേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷീപ്പ് ഹിയർഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ബിൽഡ് വരും, ഈ ഒരു ഭാഗത്തേക്ക്. അപ്പം ഇത് നല്ലൊരു പ്ലേസ് ആയിരിക്കും ഗൈസ്. ആദ്യം ഞാൻ ഇവിടെ ഉണ്ടാക്കാനായിരുന്നു ഇരുന്നത്, പക്ഷേ ഇവിടെ ഉണ്ടാക്കി ശരിയാത്തില്ല ഗൈസ്. നല്ല ഹൈറ്റ് വരുന്ന ബിൽഡ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ മറിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ വില്ലേജ് നമുക്ക് മെയിനായിട്ട് കാണുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈഡിലോട്ടായിരിക്കുന്നത്. അതിനെക്കാട്ടും കുറച്ചൊരു ഫ്രണ്ട് ഇരുന്നോളും. പിന്നെ നമുക്ക് മറ്റേ ഫ്ലെച്ചർ ആയതുകൊണ്ട് മറ്റേ നമുക്ക് അമ്പ് ചെയ്യുന്ന സ്റ്റേഷനൊക്കെ ഉണ്ടാക്കണം. അപ്പം ഗൈസ് ബിൽഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുട്ടി ചാനൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഒരുപാട് സമയത്തിന് ശേഷം ഞാൻ ആ ബിൽഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്.
അപ്പോൾ guys, നല്ല ഹൈറ്റുള്ള ബിൽഡാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്കകത്ത്. പിന്നെ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിൽ പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇത്ര സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബട്ടണൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടൊരു നമുക്ക് ബോയൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണിത്. ഇവിടെ നിന്ന് ബോൻ്റെ ആ ട്രാപ്പ് ഡോർ പോകുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഗൈസ് കണ്ടില്ലേ, ഇപ്പോൾ ആ ട്രാപ്പ് ഡോർ അടഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ആകുന്നത്. ഒന്ന് പ്ലേ ചെയ്യാന്നുള്ളതേ ഉള്ളൂ, വേറെ ഉപകാരമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഗൈസ് പറന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കിടിലൻ ബിൽഡിംഗ് ആണ്. പതിയെ പതിയെ നമ്മുടെ വില്ലേജ് നിറഞ്ഞു വരുന്നു ഗൈസ്. നമുക്ക് ഇവിടെ എല്ലാം ബിൽഡിംഗ് കൊണ്ട് ഇനി നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഗൈസ് ഇനി ഇതിൻ്റെ അകത്തെ ഇന്റീരിയൽ നോക്കുവാണെങ്കിൽ ഞങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ എത്ര കാണിച്ചു തന്നിട്ടുണ്ട്, ഇനി ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്തോട്ട് കയറുവാണെങ്കിൽ നമ്മൾ കാർപ്പറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ ക്രോസ് ബോ ഒക്കെ വെച്ച് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഒരു